ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ പറഞ്ഞ കണക്ക് ഇച്ചിരി താമസിച്ച് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി കരിമീനേയും കിട്ടി, 2-3 കരിമീനേയും കിട്ടി. 2 ചെറിയ ഭാഗം, വലിയ ഭാഗമില്ല കേട്ടോ. വെള്ളത്തിന് ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് വലിയ ഭാഗം കിട്ടുന്നില്ല. അപ്പോൾ കയറണം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടില്ല മരങ്കാലിൻ്റെ കീഴിൽ കൂടെ കയറണമെന്ന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ക്യാമറ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലാണ്. ഈ മൊബൈലും വെച്ചുകൊണ്ട് കയറുമ്പോൾ കമ്പിലേക്ക് ഇടിക്കുമ്പോൾ ഇത് ഓഫായി പോകും. ഇലയൊക്കെ തട്ടുമ്പോഴേ ചിലപ്പോൾ ക്യാമറ ഓഫായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീഡിയോ കിട്ടത്തില്ല. അതിനകത്ത് കയറാനൊരു പേടി. ഗോപ്രോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒതുങ്ങിയിരുന്നോളും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഷോർട്ട് വീഡിയോ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് അടുത്ത മാസമൊക്കെ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ചെറിയൊരു പരീക്ഷയും കൂടെ ഉണ്ട്. അതിൽ പാസ്സായി കഴിഞ്ഞാൽ ആ ജോലി എന്തുവെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ആ ഒരു ടെൻഷനിൽ നിൽക്കുക ഞാൻ. ആ ജോലിയുടെ ടെൻഷനിൽ നിൽക്കുന്നുണ്ടാണ് വീഡിയോ ഒക്കെ ഇടയ്ക്ക് താമസം കേട്ടോ. അപ്പോൾ അതെന്തുവെന്ന് ഞാൻ അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം, പറയത്തില്ല, ഞാൻ കാണിക്കാം അതെന്തുവെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പാസ്സാവണേന്ന് കേട്ടോ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ അടിപൊളി ഒരു വാഗ കണ്ടു പോകാം. ഉന്നം തെറ്റുന്ന ഒരു വാഗ ഷൂട്ടാണ്. വലിയതിന് ഒരെണ്ണത്തിന് അടിച്ചതാണ്, പക്ഷേ അടി കൊള്ളത് വേറെണ്ണത്തിനാണ്. നമ്മുടെ ഡാർട്ട് ശരിയല്ലായിരുന്നു. ഒന്ന് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കൊള്ളത്തില്ലായിരുന്നു ഡാർട്ട് കേട്ടോ. എൻ്റെ വേറെ ഡാർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടോ. പക്ഷേ മറ്റേതിന് അടി തെറ്റി ഇതിൻ്റെ വാലിനാണ് ഒന്ന് കൊള്ളുന്നത്. ഞാൻ വെച്ച് ഊരി പോകുന്നില്ല, കറക്റ്റ് അതിൻ്റെ സെൻറ്റർ നോക്കി അടി കൊള്ളുന്ന വാലിൻ്റെ. എന്നാലും അവനെ കിട്ടി, കളഞ്ഞില്ല. നല്ല രീതിയിൽ കീറിയോണ്ട് ഞാൻ അവനെ കളയാൻ നിന്നില്ല. ഞാൻ കഴിഞ്ഞെടുത്ത് ഏതാണ്ട് 1 മാസം അടുപ്പിച്ചോളം ആയെന്ന് തോന്നുന്നു ഞാൻ ഈ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ചിട്ട്. അതിൻ്റെ ആയിട്ട് പോരായ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡാർട്ടൊന്നും പണിയാൻ നിന്നില്ല. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ജോലിയുടെ കാര്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടിരിക്കുക. അത് ടെസ്റ്റ് മിക്കവാറും ഈ മാസം 5-ആം തീയതി 9-ആം തീയതി എങ്ങാണ്ടുണ്ട്. ആ സമയത്ത് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാവരും ടെൻഷനായി നിന്നുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ ഇതിൻ്റെ കാര്യമൊക്കെ ഞാനങ്ങ് മറന്നുപോയി. ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയത് കിട്ടി. വാലിനെ കളയാനും പറ്റിയില്ല. അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു കേട്ടോ. ചെറുതായിരുന്നു. എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം. ഇവിടെ ഒരെണ്ണത്തിനെ കണ്ടോളൂ. ഇത് അറിയാതെ പറ്റുന്നില്ല കേട്ടോ, അറിഞ്ഞുകൊണ്ട് തന്നെ അടിക്കുന്നത് ഞാൻ കേട്ടോ. ഒത്തിരി നേരം ഉണ്ട് അതാണ് എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഇന്നുകൊണ്ട് ഞാൻ പിന്നെ കളയാൻ തോന്നില്ല. ഒറ്റ അടിക്കാളി എൻ്റെ ബോധം പോയി. അതിനെ നമ്മൾ അടിച്ച് കയറ്റി. ഒന്നെങ്കിൽ എൻ്റെ അമ്പിൻ്റെ അടുത്ത് നിന്ന് നീ ദൂരോട്ട് മാറി പോവുക, ഇല്ലെങ്കിൽ എൻ്റെ അമ്പിൻ്റെ ഇരയായിട്ട് വരുന്നേ. എന്തായാലും അട്ടി നല്ല രീതിയിൽ പറ്റി കേട്ടോ. ഒറ്റ അടികളിൻ്റെ ബോധം പോയി. ആ ഡാർട്ട് ഒട്ടും കൊള്ളത്തില്ല. വെള്ളത്തിൽ ചെന്ന് അടിച്ചിറങ്ങിപ്പോയത് കണ്ടോ. പടാന്നും പറഞ്ഞ് മേളിൽ അടിച്ചിട്ട് ഇറങ്ങിപ്പോയ മീനെയും കൊണ്ട് വരുന്നത്. അതാ ഞാൻ പറഞ്ഞ് എങ്ങനെയൊക്കെ അടിച്ചാലും ആ ഡാർട്ട് പറ്റത്തില്ല. ഹാൻഡ് മെയ്ഡാ കേട്ടോ. ഇനി അടുത്ത പുതിയൊരു സ്പോട്ടിലോട്ട് പോകാം. ഒരു മീനെ കിട്ടാൻ വേണ്ടി എത്ര മിനിറ്റാകും ഇവിടെ കാത്ത് നിൽക്കുന്നതെന്നറിയാം. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒത്തിരി നേരം കാത്തിരിക്കണം. കാരണം ദൂരം നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകുമ്പോഴായിരിക്കും മീനെല്ലാം ഞാൻ അടുത്ത് വരുന്നത്. അങ്ങനെ ഞാൻ അടുത്ത് വന്നപ്പോഴാണ് കിട്ടിയത് ഒരെണ്ണത്തിന് ഒരു കരിമീൻ. വാ കൂട്ടി അടിച്ചു. സൈഡിൽ കൂടെ, വായുടെ സൈഡിൽ കൂടെ കയറി. ഞാൻ ഇത്രയും നാളും പിടിച്ചതിൽ പറ്റി ഏറ്റവും വലിയ കരിമീനാണ് കേട്ടോ. പക്ഷെ ഒരാൾ വീഡിയോ എടുക്കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു ആ കരിമീൻ്റെ വലിപ്പം. എന്നാലും ഞാൻ അതിനകത്ത് കൈ വെച്ച് കാണിക്കുന്നുണ്ട്, അപ്പോൾ അറിയാം. അടിപൊളി ഒരു കരിമീൻ. പേടിച്ച് ഇന്ന് അടിച്ചത്, മിസ്സാവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു.
ഇതോടെ ആനേ ഓ സൈസ് വരണം കേട്ടോ. കയ്യേക്കാലും ഉണ്ട് കേട്ടോ. ഓ അടിപൊളി. ഇത് ആദ്യത്തടി മിസ്സായിപ്പോയി. രണ്ടാമത്തടി അതിനെ കൊണ്ടത്. ഓക്കെ അടിപൊളി പറഞ്ഞു. കൈ ഉണ്ടുണ്ട്. കൈ ഇവിടെ എടുത്ത് ബാഗിലിടട്ടെ. അടിപൊളി. ഇവിടുന്ന് ഒരു കരിമീനെ അടിച്ചെടുക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണമാണ്. കളയാൻ തോന്നിയില്ല, കണ്ടപ്പോൾ ഞാൻ അടിച്ചെടുത്താ. എന്തായാലും ഡാർട്ട് നമ്മളെ ചതിച്ചില്ല കേട്ടോ. മറ്റേ ഡാർട്ട് പാളിപ്പോയൊക്കെ കൊള്ളുന്നത്. എന്തായാലും ഡാർട്ട് ചതിച്ചില്ല. അതുകൊണ്ട് അതിനെ കിട്ടി. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാനെ. അയ്യോ കുഴപ്പമില്ല. നമ്മൾ ആദ്യം പിടിച്ചതിൻ്റെ അത്രയൊന്നുമില്ല കേട്ടോ. ഫോള് വീണ് കിടക്കുന്നു. ഇപ്പോൾ നോക്കിക്കണം, എയിമിങ് പിടിച്ചോണ്ടിരിക്കുന്ന നോക്കിക്കണേ. വെറുതെ എയിമിങ് പിടിച്ചോണ്ടിരിക്കുന്ന നോക്കിക്കണം. ജസ്റ്റ് മിസ് നോക്കിക്കണം. നമ്മൾ വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോഴേ മീൻ അവിടെ നിന്ന് ഓടുന്നു. ഓട്ടം നോക്കിക്കണം. എനിക്ക് വയ്യ കൊല്ലു. ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാവരും കേട്ട് കാണുമല്ലോ. എനിക്ക് വയ്യ എന്നെ അങ്ങ് കൊല്ലാൻ. ഇതാ ഫിഷിങ്ങുകാരെ അവസ്ഥ, മീൻ പിടിക്കാൻ പോയുള്ള അവസ്ഥ. സ്റ്റിക്കുകാരായാലും ശരി തന്നെ, സ്ലിംഗ് ഷോട്ടായാലും ശരി തന്നെ, ഏതെല്ലാം രീതി മീൻ പിടിക്കുന്നവരായാലും ശരി തന്നെ, മെനക്കെട്ട് ഇറങ്ങിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ പണി കിട്ടുന്നത്. പണി കിട്ടുന്നത് കണ്ടോണം. കണ്ടോ കയ്യിൽ നിന്ന് ഊരിപ്പോയാലും നമുക്ക് കിട്ടുവേനെ കേട്ടോ. നോക്കണം, കുറേ നേരം അതിന് വറുമത്ത് അടി കൊണ്ടിരിക്കുന്നു. കണ്ണിന് തൊട്ട് താഴെ അടി കൊണ്ടത്. അതുകൊണ്ട് അത് എങ്ങും പോകാൻ ചാൻസ് കുറവാണ്. അത് റിട്ടേൺ അത് മേളിൽ വരും. എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഡാർട്ട് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അടിപൊളി ഒരു കരിമീനെ പോയത്. ആ വിഷമത്തിൽ രണ്ടാമത് ഒരെണ്ണത്തിന് അടിച്ചത്. അതിനും കിട്ടിയില്ല. അതിപ്പോൾ പാളിപ്പോയാൻ തോന്നുന്നു. കണ്ടോ അമ്പ് പോയാണ്ടോ. അടിയിലോട്ട് അടിച്ച് അമ്പ് പകുതി എന്നിട്ട് മേലോട്ട് അങ്ങ് പോയി. ഇതാ കുഴപ്പം, കൂടുതൽ കുഴപ്പം. അതുകൊണ്ട് ആ അമ്പ് മാറ്റാൻ വേണ്ടി ഇരുന്നതാണ്. ഞാൻ ആ സ്പോട്ടിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. അവിടെ തന്നെ നിൽക്കുക. ആ അമ്പ് മാറ്റാൻ വേണ്ടി ബാഗ് ഊരിത്താത്ത് വയ്ക്കുക. ബാഗ് ഊരിത്താത്ത് വെച്ച് നമ്മൾ ബാഗിൽ നിന്ന് അമ്പെടുത്ത് ആ ബ്രൈഡിൽ നിന്ന് ആ മറ്റേ പഴയ അമ്പ അഴിക്കാൻ നേരത്താ നമ്മളെല്ലാം അടി കൊണ്ടുപോകാൻ മീൻ പൊങ്ങി വരുന്ന കണ്ടത്. അതിനെ ഞാൻ അടിച്ചെടുക്കുന്ന നോക്കും. അടിപൊളിയൊരു അടിയാണ് കേട്ടോ. മിസ്സായിപ്പോയ മീൻ പൊങ്ങി. മിസ്സായിപ്പോയ മീൻ പൊങ്ങി. അടി വാക്കല്ലാതെ കൊണ്ടളിയൻ. അടി എവിടെ കൊണ്ടേന്നറിയാൻ പോയി. നേരത്തെ അടിയാണ്ട് ഇവിടെ കൊണ്ടേ കേട്ടോ. കണ്ടോ അടിയിൽ പോയി. അടി കൊണ്ട് വേദന കയറിയപ്പോൾ ഞാൻ മേളി വന്നേ. ആ മേളി വന്നപ്പോൾ നമ്മൾ കണ്ട്. ഞാൻ അടുത്ത ഡാർട്ട് എടുത്ത് സെറ്റ് ചെയ്യായിരുന്നേ. ഓക്കെ, ആദ്യത്തെ അടി ഇവിടെ കൊണ്ടത് കണ്ടോ. അടി കൊണ്ടപ്പോൾ ഇയാൾ വേദന കയറി ഞാൻ മേളി വന്നു. എന്തായാലും കിട്ടി. വ്യാജി എടുത്ത് കയ്യോടെടുത്ത് വ്യാജി എടുത്തെ. നമുക്കൊന്നും വയ്യാത്ത അവസ്ഥയായിപ്പോയി.
ഫിഷിംഗ് എല്ലാം നിർത്തി തിരിച്ച് വീട്ടിൽ പോകുന്ന നേരത്ത് വഴി വെച്ച് ഞാൻ കണ്ട ഈ സൈറ്റ് നേരത്തെ കയ്യിൽ കൂടെ പോയപ്പോൾ ഒന്നും ഞാൻ കയറിയിട്ടില്ലായിരുന്നു. എന്തായാലും ഒന്ന് കയറാമെന്ന് വെച്ചാൽ ഒന്ന് കയറിയതാണ്. കയറി ഡാർട്ട് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ സൈസ് കരിമീൻ. ഇനി 2 കരിമീൻ എനിക്ക് ഇവിടുന്ന് കിട്ടിയുള്ളൂ. ബാക്കി മൊത്തം അടി മിസ്സായി പോയത് കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയിട്ട് കൊള്ളുന്നില്ല. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തോ പറ്റിയെന്നറിയാൻ വയ്യ. ആ മീൻ നിൽക്കുന്നത് താഴെ കണ്ട പാറയ്ക്കകത്ത് ഒരെണ്ണം വന്നിരിക്കുന്നുണ്ടോ? അതിനെ ഞാൻ അടിച്ചെടുക്കുന്നു. നോക്കണം ഇപ്പുറത്തൂടെ. കുഴപ്പമില്ല കേട്ടോ. ഇനിയും വന്നിട്ടുണ്ട് കേട്ടോ അടി കൊള്ളാനേ. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വലിയ കരിമീൻ നമ്മളെ നേർക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ കറക്റ്റ് തലയിൽ അടി കൊള്ളുന്നു. നോക്കണം, അതിൻ്റെ അടി മൊത്തം ചെമ്പല്ലി, ഏറ്റവും ചെമ്പല്ലിയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ആ കരിമീനെ മാത്രമേ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഡാർട്ട് കൊള്ളാത്തതുകൊണ്ട് ചെമ്പല്ലി മിസ്സാവും. എന്തോ പോക്കാ പോകുന്നതെന്ന് നോക്കിക്കോണേ. കറക്റ്റ് ഹെഡ് ഷോട്ട്. ഉണ്ടോ? ഒന്നും പറയല്ലോ. ഉണ്ടോ നോക്കേ, കറക്റ്റ് ഹെഡ് ഷോട്ട് അടിച്ചുണ്ടോ? അടിപൊളി. കരിമീൻ നിൽക്കുന്നുണ്ടോ? അല്ല, വിളഞ്ഞ കരിമീനാണ് നിൽക്കുന്നുണ്ടോ? അവിടുന്നേക്ക് വരുന്നുണ്ടോ? ഉണ്ടോ? ഒന്നിനെയും കൊള്ളത്തില്ല, ചുമ്മാതെ എല്ലാം വേസ്റ്റായി പോയി. ഉന്നം മൊത്തവും പോയി. എന്തോ പറ്റിയെന്നറിയാൻ വയ്യ. ആ ഭാഗത്ത് വന്നപ്പോൾ ഒന്നിനെയും കിട്ടുന്നില്ല. ആ 2 എണ്ണത്തിനെ കിട്ടിയതല്ലാതെ വേറെ ഒന്നിനെയും കിട്ടുന്നില്ല. ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ. ചുമ്മായിട്ട് അടിയായിരുന്നു. കാളം പൂളം കറക്റ്റാണ് ചെല്ലുന്നത്, പക്ഷെ കൊള്ളുന്നില്ല. കറക്റ്റ് അമ്പ് ചെല്ലുന്നത്, പക്ഷെ കൊണ്ട് കയറുന്നില്ല. അതിന് എന്തോ പറ്റിയെന്തോ, ഒരു പിടുത്തവും ഇല്ല. മീൻ കിടക്കുന്നുണ്ടോ? വിളഞ്ഞ കരിമീനാണ്ടോ? ഇനി ചുമ്മായിട്ട് അടിക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രാന്ത് വീഴും. ഞാൻ എടുത്ത് അതിനകത്ത് ചാടും. ചാടി വെള്ളത്തിൻ്റെ അടിയിൽ പോയി അടിക്കാനുള്ള പരിപാടി നോക്കും. അതുകൊണ്ട് വേണ്ട, ഞാൻ ഇവിടെ നിർത്തുക കേട്ടോ. ഇവിടെ നിർത്തുക. ഇന്നത്തെ ഫിഷിങ് നമ്മളെ കഴിഞ്ഞ്. ഇന്നത്തെ ലാസ്റ്റ് ഫിഷിങ് ആയിരുന്നത്. ഇനി ഇത് പിടിച്ച മീനെയൊക്കെ നമുക്ക് കാണണ്ടേ, കണ്ടിട്ട് വരാം. മീനിൻ്റെയൊക്കെ വലിപ്പം ഞാൻ കൈ വെച്ച് ഇപ്പോൾ കാണിക്കാം കേട്ടോ. നോക്കണം, കരിമീൻ്റെയൊക്കെ വലിപ്പം കൈയുടെ കറക്റ്റ് എത്രയുണ്ടെന്ന്. ഉണ്ടോ? ഒന്നും ഉണ്ടോ? കൈയൊന്നും അല്ല അതിൻ്റെ മുമ്പിലൊന്നും. അതിൻ്റെ 3ാമത്തെ കരിമീനെ നോക്കണം. ഉണ്ടോ? അതാ കറക്റ്റ്. കണ്ടോ? അപ്പോൾ ഓക്കെ, ഇതിൽ നല്ലൊരു വീഡിയോയിൽ കാണാം.